അപ്പോൾ അത് നല്ല നല്ല മറുപടിയാണ്. അതായത് സപ്ലൈകോയിലെ ഔട്ട്ലെറ്റുകളായ മാവേലി സ്റ്റോറിൽ ഒരു സാധനങ്ങളും ഇല്ല എന്നുള്ള പ്രതിപക്ഷ ആരോപണത്തിൻ്റെ പുറത്ത് വകുപ്പെടുത്ത നടപടിയാണ്. എന്താ നടപടി എന്നറിയാം? സാധനങ്ങൾ കൊണ്ടുവയ്ക്കാനുള്ള നടപടിയല്ല. മാധ്യമ പ്രവർത്തകർ കയറി ഈ ഒഴിഞ്ഞ കേസുകൾ സ്റ്റാൻഡുകൾ ഇനി എടുക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അനുവാദം കൊടുക്കരുതെന്നാണ് നടപടി. അല്ലാതെ മാവേലി സ്റ്റോറിൽ സാധനം ഇല്ല എന്ന് പറയുമ്പോൾ സാധനം കൊണ്ടുവരാനുള്ള നടപടിയല്ല. സാധനം 13 നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള നടപടിയല്ല സ്വീകരിച്ചത്. ഒഴിഞ്ഞ ഈ കേസുകൾ കാണരുത്, ഇനി ഫോട്ടോ എടുക്കരുത്, ഫോട്ടോ എടുക്കാൻ മാധ്യമപ്രവർത്തകരെ അതിൻ്റെ അകത്തേക്ക് കയറ്റരുത് എന്നാണ്. ഈ മാവേലി സ്റ്റോറിൽ സാധനം മേടിക്കാന്ന് വെച്ചാൽ വേറെ പൊതു മാർക്കറ്റിൽ കിട്ടുന്ന സാധനം കിട്ടുള്ളൂ. അത് മേടിക്കാൻ പോയ ഒരാൾ മൊബൈൽ ഫോൺ വഴി പോലും മാവേലി സ്റ്റോറിൽ ഒഴിഞ്ഞ അലമാരയുടെ പണം എടുക്കാൻ പറ്റില്ല. എന്തെല്ലാം തലതിരിഞ്ഞ നടപടികളാണ് സർക്കാർ സ്വീകരിക്കുന്നത്. കഴിഞ്ഞ 4 മാസമായി ടെൻഡറിൽ ആരും പങ്കെടുക്കുന്നില്ല വിതരണക്കാർ സപ്ലൈകോയിൻ്റെ. കാരണം അവർക്ക് 6 മാസമായി അവർക്ക് പണം കൊടുക്കാനുണ്ട്, കോടികൾ കൊടുക്കാനുണ്ട്, 1500 കോടിയോളം അവർക്ക് കൊടുക്കാനുണ്ട്. ഇതാണ് സ്ഥിതി, സ്റ്റേറ്റിലെ സ്ഥിതി. എന്നിട്ട് ഇതെല്ലാം മറച്ചു വെച്ചിട്ടാണ് പോകുന്നത്. എന്നിട്ട് മുഖ്യമന്ത്രി മുഖാമുഖം കാണുകയാണ്. നിങ്ങൾ ഇന്ന് ഞങ്ങൾ കാണിച്ച മുഖാമുഖം കണ്ടല്ലോ. ആർക്ക് വേണമെങ്കിലും വരാം, ആർക്ക് വേണമെങ്കിലും വന്ന് കാര്യങ്ങൾ പറയാം, ഞങ്ങൾ വിമർശിക്കാം, സങ്കടങ്ങൾ പറയാം, വിഷമങ്ങൾ പറയാം. ഒരു സീലിംഗും ഇല്ലായിരുന്നു. മുഖ്യമന്ത്രി നടത്തിയ പരിപാടി, വിദ്യാർത്ഥികളുടെയും യുവജനങ്ങളുടെയും പരിപാടി, മുൻകൂട്ടി നിശ്ചയിച്ച ആളുകൾക്ക് മാത്രം മുൻകൂട്ടി നിശ്ചയിച്ച ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമുള്ള അവകാശം. സർക്കാരിനെ വിമർശിക്കുന്ന ഒരു ചോദ്യം പോലും അനുവദിക്കില്ല എന്ന് ഉറപ്പുവരുത്തി സ്റ്റേജ് മാനേജറായിട്ട് നടത്തിയ പരിപാടി. എന്തിനാ ഇങ്ങനെ നടത്തുന്നത്? ആളുകളെ കബളിപ്പിക്കുന്നത്. ആളുകളെ കബളിപ്പിക്കല്ലേ? ആദ്യം പോയി മന്ത്രിമാരെല്ലാ താലൂക്കിലും പോയി അദാലത്ത് നടത്തി ലക്ഷക്കണക്കിന് അപേക്ഷകൾ സ്വീകരിച്ചു. അതെല്ലാം ചാക്കി കെട്ടി സെക്രട്ടറിയേറ്റിൽ വെച്ചിട്ടുണ്ട്, ഒരെണ്ണം തുറന്നു നോക്കിയിട്ടില്ല. അതിനുശേഷം നവകേരള സദസ്സിൽ അപേക്ഷകൾ മേടിച്ചു, അതിന് മറുപടി കിട്ടി. അതായത് പഞ്ചായത്തിൽ പോയി അന്വേഷിക്കുക, ഓഫീസിൽ പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള മറുപടി കിട്ടി. ഇപ്പം 3ാമത് വീണ്ടും മുഖാമുഖം ആയിട്ട് ഇറങ്ങിയിരിക്കുക. ഇപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി മതിയാകാഞ്ഞിട്ടാണ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത്. ഇത് വെറും ആർഭാട നാടകമാണ്, അശ്ലീല നാടകമാണ് സർക്കാർ കാണിക്കുന്നത്. ഒരു തീരുമാനം എടുത്തിട്ടില്ല. ഞങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒഴിച്ചുള്ള എല്ലാ ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ച പൂർത്തിയാക്കി. മുസ്ലിം ലീഗുമായിട്ടുള്ള ചർച്ചകൾ ഒന്ന് ഞങ്ങളുടെ ജാഥ നടക്കുന്നത് കൊണ്ടും അവർ സ്ഥലത്തില്ലാതിരുന്നത് കൊണ്ടും മാറ്റിവെച്ചതാണ്. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർത്തിയായിട്ട് കോൺഗ്രസ് അതിൻ്റെ സ്ഥാനാർത്ഥി നിർണയ നടപടികളിലേക്ക് പോകും. ഞങ്ങളുടെ ജാഥ നടക്കുമ്പോൾ തന്നെ അത് നടക്കും. അല്ല, ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ അല്ലേ, രാജ്യസഭാ ഇലക്ഷൻ വല്ലതും ഉണ്ടോ? ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ, നിയമസഭ, രാജ്യസഭയൊക്കെ പിന്നീട് വരുന്നതല്ലേ. അതിനെ സംബന്ധിച്ചൊന്നുള്ള ചർച്ചയില്ല. ഇപ്പോൾ നടക്കുന്ന ചർച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം, കേരളത്തിലെ 20 സീറ്റുകൾ വിഭജിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചയാണ്. വളരെ കോടിയലായിട്ടുള്ള ആ ചർച്ച മുന്നോട്ട് പോകുന്നു പല രീതിയിൽ. ഈ വീണ്ടും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഗൂഢാലോചനയെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടന്നില്ല. താൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ നടന്ന അന്വേഷണത്തിന് ശേഷം നടന്ന കാര്യങ്ങളെ കുറിച്ച് തനിക്ക് ഒന്നും പറയാൻ താല്പര്യപ്പെടുന്നില്ല എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. എന്തായാലും ഒരു ഗൂഢാലോചന, ഇപ്പം ഈ പറയുന്ന കേസുകളുടെ അപ്പുറത്തൊരു ഗൂഢാലോചന ഇതിനുവേണ്ടി നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയെ കുറിച്ചുള്ള ഒരു അന്വേഷണം നടത്തേണ്ടത് തന്നെയാണ്. അതിനുവേണ്ടി ഞാൻ പറഞ്ഞല്ലോ, ശ്രീമതി KK രമ അതുമായിട്ടുള്ള കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പൂർണ്ണമായ പിന്തുണ ഞങ്ങൾ കൊടുക്കും. ഒരു കാര്യം, പച്ചരി ആണ് ഈ ദേവകുളത്തേക്ക് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആർക്കും വേണ്ടാത്ത അരിയാണ്, തൊഴിലാളി മേഖലയാണിത്. ആ അരിയാണ് ഇവിടെ കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നല്ല അരി കിട്ടുന്നില്ല. പിന്നെ ഇതും നമുക്ക് പരാതിയായിട്ട് വന്നിട്ടുള്ള വിഷയമാണ്. ഉറപ്പായിട്ടും നമ്മൾ അതിനകത്ത് ഇടപെട്ടത് അത് വളരെ എളുപ്പത്തിൽ ഈ സിവിൽ സപ്ലൈസിൻ്റെ ഡയറക്ടറേറ്റിന് അത് മാറ്റി ഇങ്ങോട്ട് കൂടുതലല്ലാത്ത അരി കൊടുത്തുവിടാനും പച്ചരി ഡിമാൻഡുള്ള സ്ഥലത്തേക്ക് അത് മാറ്റാനും കഴിയുന്നൊരു അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മതി. അത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും പെടും, മന്ത്രിയുടെ ശ്രദ്ധയിൽ.